കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ പുഴയിൽ അടിഞ്ഞുകൂടിയ കൂറ്റൻ പാറകളും മരങ്ങളും ആശങ്ക സൃഷ്ടിക്കുന്നു. മഴക്കാലം അടുത്തതോടെ പുഴയുടെ ആഴം കൂട്ടാത്തതും സംരക്ഷണ ഭിത്തി കെട്ടാത്തതും വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. കോഴിക്കോട് ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പുഴയിൽ ഒഴുകിയെത്തിയ കൂറ്റൻ പാറകളും വലിയ മരങ്ങളുമാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. 9 മാസങ്ങൾക്കിപ്പുറവും ചെറിയൊരു മഴ പെയ്താൽ പോലും വിലങ്ങാട് പുഴയിൽ ജലനിരപ്പ് ഉയരും. ആഴക്കുറവ് കാരണം പലപ്പോഴും കരകവിഞ്ഞാണ് പുഴ ഒഴുകാറുള്ളത്. ജൂലൈ 29-നുണ്ടായ ഉരുൾപൊട്ടലിൽ വിലങ്ങാട് പാലവും ടൗണും വെള്ളത്തിനടിയിലായിരുന്നു. വിലങ്ങാട് ടൗണിനോട് ചേർന്നുള്ള ഭാഗത്തെ മാത്രം പാറകളും മരങ്ങളും പുഴയിൽ നിന്നും മാറ്റിയെങ്കിലും ഉരുൾപൊട്ടൽ വലിയ നാശം വിതച്ച മഞ്ഞച്ചീളി പോലുള്ള പ്രദേശത്തെ പുഴയിലെ അവശിഷ്ടങ്ങൾ നീക്കാനുള്ള നടപടി ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. മഴക്കാലം അടുത്തതോടെ പുഴ കരകവിഞ്ഞ് അപകടമുണ്ടാകുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. ഇവിടെ പുഴയിലുള്ള കല്ലുകളും ഒക്കെ സൈഡിലേക്ക് ജസ്റ്റ് കൂട്ടി വെച്ച് ജസ്റ്റ് മണ്ണ് മാന്തി പോയിരിക്കുകയാണ്. നല്ല മഴ വന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ കൂട്ടി വെച്ചിരിക്കുന്ന കല്ലെല്ലാം വീണ്ടും ഈ തോട്ടിലേക്ക് തന്നെ വീഴും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് കണ്ണിപ്പൊടിയിടാനുള്ളൊരു പണിയായിട്ട് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മഞ്ഞച്ചീളിയെ മുകൾ ഭാഗങ്ങളിലേക്കൊന്നും പുഴയൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പം ഒരു 10-15 ദിവസം കൊണ്ട് മഴ വരും. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ വീണ്ടും വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ പോകാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോഴാണെങ്കിൽ 2.5 കോടി രൂപ അനുവദിച്ചുകൊണ്ട് പുഴ അതിലെ കല്ലുകളും തടികളും നീക്കം ചെയ്യുകയാണ്. എന്നാൽ ഈ മഞ്ഞച്ചൂരി പ്രദേശത്തേക്ക് അതിന്റെ പ്രവർത്തനം എത്തുന്നില്ല. ആ പ്രദേശം മാറ്റി നിർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ MLA ബന്ധപ്പെട്ടപ്പോൾ MLA പറഞ്ഞത് അതിന്റെ ഡിസൈൻ വർക്ക്, പാലത്തിന്റെ ഡിസൈൻ വർക്ക് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഡിസൈൻ വർക്ക് പലവട്ടമായി മാറ്റി ചെയ്യാണ്. ഈ ഡിസൈൻ വർക്ക് 9 മാസമായിട്ടും ഡിസൈൻ വർക്ക് ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ 1-2 മാസം കഴിയുമ്പോൾ മഴ വരികയാണ്. ആ പാലം അവിടെ നിർമ്മിക്കാതെ ആ വെള്ളം പോകാനുള്ള സാഹചര്യമില്ലാതെ ഞങ്ങൾ ആകെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഉരുൾപൊട്ടലിൽ പുഴയുടെ സംരക്ഷണ ഭിത്തി തകർന്നതും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. സംരക്ഷണ ഭിത്തി എത്രയും വേഗം നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇപ്പം സംരക്ഷണ ഭിത്തി കെട്ടാത്ത സ്ഥിതിക്കും ഇത് ഇവിടെ മാറാതെ ഞങ്ങളുടെ വീടിനും ഭീഷണിയാണ്, ഞങ്ങളുടെ ജീവനും ഭീഷണിയാണ്. ഞങ്ങൾ പറയേണ്ടയിടത്തെല്ലാം പറഞ്ഞിട്ട് അധികാരികൾ ഒരു തീരുമാനം എടുക്കുന്നില്ല. ഞങ്ങൾ പലയിടത്തും പോയി കാര്യങ്ങൾ പറഞ്ഞു, പഞ്ചായത്തിൽ പറഞ്ഞു, വില്ലേജിൽ പറഞ്ഞു, പിന്നെ ഇവിടെ വന്ന് MLA പറഞ്ഞു, പിന്നെ ഇതിനോട് പാർട്ടി നേതാക്കന്മാർ വന്നു. ഇവരോടെല്ലാം പറഞ്ഞിട്ടും ഇവർ യാതൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ന്യൂസ് മലയാളം, കോഴിക്കോട്.